മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കുന്നത്തൂർ പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനത്തെ തിരുവപ്പന മഹോത്സവത്തിന് ഡിസംബർ 17 തുടക്കമാവും. 2025 ജനുവരി 16 വരെയാണ് ഉത്സവം നടക്കുക. കാട്ടിലെ മലമുകളിൽ നടക്കുന്ന കേരളത്തിലെ അപൂർവം ചില ഉത്സവങ്ങളിൽ ഒന്നാണിത്. കഴിഞ്ഞ വർഷത്തെ തിരുവപ്പന ഉത്സവത്തിന് ശേഷം ആൾപ്രവേശനമില്ലാത്ത പാടിയിൽ പുല്ലും ഈറ്റയും ഓലയും ഉപയോഗിച്ച് താൽക്കാലിക മടപ്പുര നിർമ്മിച്ചിട്ടുണ്ട്. പാടിയിൽ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങാണിത്. അടിയന്തരക്കാർ, ചന്ദൻ, കരക്കാട്ടിടം, വാണവർ എന്നിവർക്കുള്ള സ്ഥാനിക പന്തലുകളും ഒരുക്കിയിട്ടുണ്ട്. 17 രാവിലെ മുതൽ താഴെ പൊടിക്കളത്ത് മടപ്പുരയിൽ തന്ത്രി പേർക്കത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, ശുദ്ധി, വാസ്തുബലി, ഭക്തിസേവാ ചടങ്ങുകൾ നടക്കും. കോമനം ഉറഞ്ഞു തുള്ളി പൈങ്കുറ്റി വെച്ച ശേഷം അഞ്ചില്ലം അടിയാന്മാർ ഇരുവശത്തും ചൂട്ടുപിടിച്ച് കളിക്കപ്പാട്ടോടുകൂടി പാടിയിൽ പ്രവേശിക്കും. വാണവർ, അടിയന്തരക്കാർ എന്നിവരെല്ലാം പാടിയിൽ പ്രവേശിക്കുന്നത് ഈ സമയത്താണ്. തിരുവാഭരണപ്പെട്ടിയും ഭണ്ണാരവും പാടിയിലേക്ക് കൊണ്ടുപോകുന്നതും ഇതോടൊപ്പമാണ്. പാടിയിൽ പ്രവേശിച്ച ശേഷം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധി, 25 കലശപൂജ എന്നിവയും നടക്കും. തുടർന്ന് അടിയന്തരം തുടങ്ങാൻ തന്ത്രി അനുവാദം നൽകും. വാണവരുടെ കങ്കാണിയറയിൽ വിളക്ക് തെളിയുന്നതോടെ അടിയന്തരം തുടങ്ങും. 17 രാത്രി മുത്തപ്പന്റെ ജീവിതത്തിലെ 4 ഘട്ടങ്ങളായ ബാല്യം, കൗമാരം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം എന്നിവയെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ, പുറങ്കാല മുത്തപ്പൻ, നാടുവാഴിശൻ ദൈവം, തിരുവപ്പന എന്നിവ കെട്ടിയാടും. മറ്റു ദിവസങ്ങളിൽ വൈകിട്ട് ഊട്ടും വെള്ളാട്ടം, രാത്രി തിരുവപ്പന, പുലർച്ചെ വെള്ളാട്ടം എന്നിവയും ഉണ്ടാവും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മൂലംപെറ്റ ഭഗവതിയും ഉണ്ടായിരിക്കും. ഭക്തർക്ക് 24 മണിക്കൂറും പാടിയിൽ പ്രവേശിക്കാം. ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവുമുണ്ട്. പ്ലാസ്റ്റിക് സാധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ തിരുവപ്പന തുടങ്ങി പള്ളിവേട്ടയ്ക്ക് ശേഷം കരക്കാട്ടിടം പാണ്ഡവരുമായി സംസാരിച്ചതിന് ശേഷം പുതിയ ചന്ദൻ സ്ഥാനമേൽക്കും. പുല്ലായിക്കുടി നാരായണനാണ് പുതിയ ചന്ദനായി ചുമതലയേൽക്കുക. ശേഷം ഉത്സവത്തിൻ്റെ മുന്നോടിയായി തന്ത്രി പേർക്കത്തില്ലത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 16-ാം തീയതി വൈകുന്നേരം ശുദ്ധി, പുണ്യാഹം, വാസ്തുബലി എന്നിവ നടക്കും. രാവിലെ ഗണപതി യോഗം, ഉഷപൂജ, ഉച്ചപൂജ, വൈകുന്നേരം ദീപാരാധനയോട് കൂടിയിട്ട് അടിയന്തര കർമാദികൾ തുടങ്ങും. ദീപാരാധന കഴിഞ്ഞതിന് ശേഷം അടിയന്തരം തുടങ്ങാൻ കോമനത്തിനും സമ്മതം കൊടുക്കും. കോമനം കെട്ടിച്ചുറ്റി പൈകുറ്റി വെച്ച് നിയോഗത്തോട് കൂടിയിട്ട് പാടിയിലേക്ക് എന്നുള്ളതായി കളിക്കപ്പാട്ടോട് കൂട്ടിയിട്ട് പാടിയിൽ പ്രവേശിക്കും. കൊല്ലനും കുടുംബതിയും കൂടി പാടി വാനവരെ കയ്യാൾക്ക് വിളക്ക് നേർച്ചയോട് കൂടിയിട്ട് ഉത്സവം ആരംഭിക്കുകയായി. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി എസ്.കെ. കുഞ്ഞിരാമൻ നായനാർ, എസ്.കെ. സുധാകരൻ, പി.കെ. മധു എന്നിവർ പങ്കെടുത്തു. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.